ഹായ് എവ്രി വൺ, എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ എല്ലാവർക്കും കൺസേൺ ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ട്സ് ഉള്ള ഒരു നമ്മളുടെ ഒരു മൊഡ്യൂളാണല്ലോ OET റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ റൈറ്റിങ്ങിൽ തന്നെ ഒരു ലെറ്റർ എങ്ങനെ ഫോമാറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. സോ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ, ഞങ്ങളുടെ എൻട്രി OETയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി അധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കൺസേൺസ് ഉള്ള ടോപ്പിക്സുമായിട്ട് വി വിൽ ബി കമ്മിങ് അഗെയിൻ. സോ ഇന്ന് OET റൈറ്റിങ്ങിൽ വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് മൊഡ്യൂളാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും തന്നെ. വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ മേ ബി ഇത് ഈസി ആയിട്ട് തോന്നാം, പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകാം നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒത്തിരി കാൻഡിഡേറ്റ്സിനിടയിൽ കണ്ടിട്ടുണ്ട്. അവർ ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ നല്ലൊരു സ്കോർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഒത്തിരി എക്സ്പെക്റ്റഡ് അല്ലാത്ത രീതിയിൽ ഒരു റിസൾട്ട് വരുന്ന സാധ്യതകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ലെറ്റർ റൈറ്റിങ്ങിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. യൂഷ്വലി ഇതിൻ്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വിട്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് ലെറ്ററിൻ്റെ ബിഗിനിങ് ഓർഗനൈസ് ചെയ്യുന്നതിൽ വരുന്ന ചെറിയ ഇഷ്യൂസ്, ചെറിയ രീതിയിലുള്ളൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങൾ നോട്ടീസ് പോലും ചെയ്യാത്തൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസോ ചെറിയ എറേഴ്സോ ഒക്കെ കാരണം തന്നെ നിങ്ങൾക്ക് റൈറ്റിങ്ങിലുള്ള പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലെറ്ററിൽ ഒത്തിരി അധികം സ്കോർ നിങ്ങൾ പോലും അറിയാതെ ചെറിയ സ്കോർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്കോർ വേരിയേഷൻ ആയല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരു ലെറ്റർ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ലെറ്റർ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ റൂളൊന്നുമില്ല. ഒരു ലെറ്റർ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു റൂളൊന്നും OET ആയിട്ട് പറയുന്നില്ല. എങ്കിൽ പോലും റീഡർ നിങ്ങളുടെ ലെറ്റർ വായിക്കുന്ന സമയത്ത് അതിനൊരു പ്രോപ്പർ ഫോമാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ റീഡറിന് ഈ ലെറ്ററിൽ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം. ഓൾസോ ഒരു പ്രോപ്പർ ഫോമാറ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വലിച്ചു വാരി എഴുതുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കാര്യം ഓർഗനൈസ് ചെയ്ത് എഴുതുമ്പോൾ അത് വായിക്കുന്നവർക്കും എളുപ്പമായിരിക്കും, വായിക്കുന്നവർക്ക് മനസ്സിലാകാനും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിലൊരു റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഇത് ഓരോ ലെറ്ററിൻ്റെയും കേസ് നോട്ടിൻ്റെയും ആവശ്യകത അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എങ്കിൽ പോലും ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. വായിക്കുന്നവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർമാറ്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ നിങ്ങൾ ഒത്തിരി അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു OET ലെറ്റർ എങ്ങനെ ബിഗിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു OET ലെറ്റർ ബിഗിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലെറ്ററിൻ്റെ ത്രൂ ഔട്ട് ലെറ്ററിൻ്റെ താഴേക്കുള്ള കോണ്ടൻസ് ഉണ്ട്, കൺക്ലൂഷൻ ഫോമാറ്റ് ഉണ്ട്, അങ്ങനെ പാരഗ്രാഫ്സ്, ഒത്തിരി അധികം പാരഗ്രാഫ്സ് ഒരു ലെറ്ററിൽ വരാറുണ്ട്. 4 തൊട്ട് 5 പാരഗ്രാഫ് വരെ ഒരു ലെറ്ററിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. കാരണം ബിഗിനിങ് ഓഫ് ദ ലെറ്റർ, ഒരു ലെറ്ററിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലെറ്റർ ഒരാൾ ഗോ ത്രൂ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലെറ്റർ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ റീഡറിന് മനസ്സിലാകണം ഹൗ ദിസ് സിറ്റുവേഷൻ ഈസ് റിലേറ്റഡ് ടു ദ റീഡർ, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ ലെറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ലെറ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ എന്താണെന്നുള്ളത് ഈ ലെറ്റർ വായിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ റീഡറിന് അത് മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലെറ്റർ ബിഗിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ റൈറ്റിംഗ് ലെറ്റർ. സോ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലെറ്റർ ബിഗിൻ ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് മിസ് ഔട്ട് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു സ്കോർ വേരിയേഷൻ വരാതെ തന്നെ നിങ്ങളുടെ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് നോക്കാം ഒരു ലെറ്ററിൻ്റെ വാട്ട് യു മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഇന്ന ഇൻഫർമേഷൻ, ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ ഈ റൂള് ഫോളോ ചെയ്ത് എഴുതുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തായാലും ആഡഡ് ആയിരിക്കേണ്ടതാണ്.
സോ എന്തൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വരേണ്ട ഇൻഫർമേഷൻസ്? അതിൽ ഒന്നാമത്തെ കാര്യം പേഷ്യൻറ്റിൻ്റെ പേര് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും പേഷ്യൻ്റെ പേര് മിസ് ഔട്ട് ആക്കരുത്. ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആദ്യത്തെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം ആ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. ഈ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുവാണെന്നോ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ എന്നോ, അല്ലെങ്കിൽ ദിസ് ലെറ്റർ ഈസ് ടു റെഫർ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആ ലെറ്റർ എങ്ങനെയാണ് ഈ വായിക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങളും നിങ്ങളുടെ പേഷ്യൻറ്റും, ഈ ലെറ്ററിൽ ഉള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഷ്യൻ്റ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന വ്യക്തി, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ലെറ്റർ എഴുതുന്നത്, ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ക്ലിയർ ആയിരിക്കണം. അത് മിക്കപ്പോഴും ആരും എഴുതാത്തൊരു കാര്യമാണ്. ഈ ലെറ്റർ എഴുതുന്ന വ്യക്തിയും ഈ ലെറ്ററിലുള്ള മാറ്റർ അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്ന ആൾക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് ഈ പേഷ്യൻറ്റ് നിങ്ങളുടെ ഹോം കെയറിലുണ്ടായിരുന്ന പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻ്റ് ആയിരുന്നു, നിങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന പേഷ്യൻ്റ് ആണോ, നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടറിൻ്റെ അണ്ടറിൽ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തിരുന്ന പേഷ്യൻ്റ് ആണോ, ഇങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ലെറ്ററിലുള്ള പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതണം എന്നില്ല സ്പെസിഫിക്കലി, പക്ഷെ അത് വായിക്കുന്ന സമയത്ത് ഈ പേഷ്യൻ്റ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്ന് ഈ വായിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലിന് മനസ്സിലാക്കാൻ പറ്റിയാൽ അവിടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ, വൈ ആർ യു റൈറ്റിംഗ്, എന്തിനാണ്, പർപ്പസ് ആണ്. ഓഫ് കോഴ്സ് പർപ്പസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നത് അല്ലേ, ലെറ്റർ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ പർപ്പസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. എന്നാൽ പോലും ഒത്തിരി പേര് ഇത് മിസ് ചെയ്യുന്നുണ്ട്. ഇതറിയാമെങ്കിൽ പോലും ഒത്തിരി പേര് ഈ പർപ്പസ് എഴുതാറില്ല. ഒത്തിരി പേര് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടൊരു പാരഗ്രാഫ് എഴുതി വയ്ക്കും, പേഷ്യൻറ്റ് നീഡ്സ് ദിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പർപ്പസ്, പേഷ്യൻ്റ് എന്താണ് പർപ്പസ് എന്നുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഒത്തിരി പേര് എഴുതുന്ന കാര്യമാണ് പേഷ്യൻ്റ് നീഡ്സ് ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് മാത്രം, അല്ലെങ്കിൽ പേഷ്യൻ്റ് നീഡ് ഓൺ ഗോയിങ് സപ്പോർട്ട് എന്ന് മാത്രം. പക്ഷെ ചില മെഡിക്കൽ പ്രൊഫഷണലിന് എഴുതുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്യാൻ പറ്റും, വാട്ട് കൈൻഡ് ഓഫ് ഫർദർ കെയർ എന്നുള്ളത്. പേഷ്യൻറ്റിന് ഫർദർ കെയർ ആവശ്യമാണ് ഓഫ് കോഴ്സ്, പക്ഷേ എന്ത് തരത്തിലുള്ള ഫർദർ കെയർ ആണ് ഈ പർട്ടിക്കുലർ മെഡിക്കൽ പ്രൊഫഷണൽ, ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി അസസ്മെൻ്റ് ആയിരിക്കാം അല്ലേ. അപ്പോൾ അതുപോലെ ഏത് മെഡിക്കൽ പ്രൊഫഷണലിനാണോ ലെറ്റർ എഴുതുന്നത് ആ മെഡിക്കൽ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ പർപ്പസ് കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എഴുതുന്ന ലെറ്ററിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടെ എഴുതാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ യു സക്സീഡ് ഓൾറെഡി. അതേസമയം നിങ്ങൾ വെറുതെ എഴുതുവാണ്, സിംപ്ലി യു ആർ റൈറ്റിംഗ്, ഫോളോ അപ്പ് കെയർ ആവശ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് സപ്പോർട്ട് ആവശ്യമുണ്ട്, എന്ത് കൈൻഡ് ഓഫ് ഓൺ ഗോയിങ് സപ്പോർട്ട് എന്ന് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നിങ്ങളുടെ പർപ്പസിന് ഒരു ക്ലാരിറ്റി ഇല്ല. സോ അവിടെ നിങ്ങൾക്ക് പർപ്പസ് നമ്മൾക്ക് വരുന്ന എത്ര മാർക്കാണ്, 30 മാർക്കാണ്. അതിൽ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ തന്നെ പോയി. ചെറിയൊരു സ്കോർ വേരിയേഷൻ ആണെങ്കിൽ പോലും വലിയൊരു റിസൾട്ട് ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒത്തിരി വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ പർപ്പസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പർപ്പസ് ഷുഡ് ഹാവ് എ ക്ലാരിറ്റി. പർപ്പസിന് ക്ലാരിറ്റി ഉണ്ടാകണം. ഓൺ ഗോയിങ് കെയർ എന്ന് മാത്രം എഴുതിയാൽ പോരാ, എന്ത് തരത്തിലുള്ള ഓൺ ഗോയിങ് കെയർ ആണ് ആവശ്യം. അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്പി സപ്പോർട്ട് ആയിരിക്കാം, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിലുള്ള സപ്പോർട്ടും സറൗണ്ടിങ് മാനേജ്മെൻറ്റും ഒക്കെ ആയിരിക്കാം. അത് വ്യക്തമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം അതാണ് പർപ്പസ്, അതിനൊരു ക്ലാരിറ്റി വേണം. സോ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ ഒരു ലെറ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ലെറ്ററിലെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി റെലവെൻ്റ് ആണെങ്കിൽ, റെലവെൻ്റ് അല്ലാത്ത സിറ്റുവേഷൻസ് നമുക്കുണ്ട്, ഇൻ കേസ് റെലവെൻ്റ് ആണെങ്കിൽ ഈ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, ഹൗ ടു സ്റ്റാർട്ട് പ്രസൻറ്റ് എ മെഡിക്കൽ ഹിസ്റ്ററി ഇൻ എ ലെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ OET ലെറ്ററിൽ ബോഡി പാരഗ്രാഫ്സ് ആണ് ഈ പറയുന്ന മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രസൻറ്റിങ് കംപ്ലയിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ബോഡി പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ് പിന്നെ അതിന് താഴേക്ക് വരുന്നതാണ് ഈ ബോഡി പാരഗ്രാഫ്സ് എന്ന് പറയുന്നത്. സോ ബോഡി പാരഗ്രാഫ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് മെഡിക്കൽ ഹിസ്റ്ററി ആകാം, പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ് ആയിരിക്കാം, എന്തുമായിരിക്കാം. അത് ഓരോ ലെറ്ററിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ആകും. സോ അതിൽ തന്നെ ബോഡി പാരഗ്രാഫ് എങ്ങനെ ഓർഗനൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഐ വിൽ എക്സ്പ്ലെയിൻ നൗ. സോ ഇതിൽ തന്നെ ഈ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ലെറ്റേഴ്സിൽ വരുന്നത് പേഷ്യൻറ്റിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള കാരണമാണ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ആ കാരണം അത് എലാബറേറ്റ് ദ റീസൺ ബിഹൈൻഡ് അഡ്മിഷൻ ഓഫ് യുവർ പേഷ്യൻറ്റ്. നിങ്ങളുടെ പേഷ്യൻറ്റിനെ എന്ത് കാര്യത്തിലാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്,
അത് നിങ്ങൾ എലാബറേറ്റ് ചെയ്യുക ബോഡി പാരഗ്രാഫിൽ. അത് എലാബറേറ്റ് ചെയ്യുമ്പോഴും അത് കുറേ ഹിസ്റ്ററി പോലെ സ്റ്റോറി പോലെ ഒന്നും നിങ്ങൾ എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റീഡറിന് ജസ്റ്റ് മനസ്സിലായാൽ മാത്രം മതി പേഷ്യൻറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് ഡൺ ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. മാനേജ്മെന്റ് ഓഫ് ദ പ്രോബ്ലത്തിന് നിങ്ങൾ എന്ത് മാനേജ്മെന്റ് കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, അതിൽ എന്തെങ്കിലും റിസൾട്ട് വന്ന് കാണും, അതിനുശേഷം നിങ്ങൾ എന്താണ് ആ പ്രോബ്ലത്തിനൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തത്. ഇതാണ് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച മെയിൻ കാര്യങ്ങൾ. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിന് ശേഷം ഈ ബോഡി പാരഗ്രാഫിൽ പേഷ്യൻ്റ് എന്തിനു കൊണ്ടുവന്നു, എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻസിൽ എന്ത് കണ്ടെത്തി, ഇപ്പോൾ പേഷ്യൻ്റ് കറൻ്റ്ലി എന്ത് ചെയ്യുന്നു എന്ന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ഉൾപ്പെടുത്താം? നിങ്ങളുടെ പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ലോങ് ടേം മെഡിക്കൽ ഹിസ്റ്ററി വരാം. പക്ഷെ അല്ലാത്ത പക്ഷം ഈ ഇപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചു, ഇന്നലെ സംഭവിച്ചു അല്ലെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ചു, ദാറ്റ് ക്യാൻ ഓൾസോ ബി കൺക്ലൂഡഡ് ആസ് എ മെഡിക്കൽ ഹിസ്റ്ററി. അപ്പോൾ പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന കംപ്ലയിൻ്റ് ആയിട്ടും നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതി അല്ലേ, നമ്മൾ ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ നമ്മൾ പാസ്റ്റ് പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബോഡി പാരഗ്രാഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏത് ഇൻഫർമേഷൻ ആയിരിക്കും? ഓഫ് കോഴ്സ് അത് സോഷ്യൽ ഹിസ്റ്ററിയോ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയോ ആവാം അല്ലേ. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി? അത് ഇറ്റ് ഡിപ്പെൻസ് അല്ലേ. എല്ലാ ലെറ്ററിലും സോഷ്യൽ ഹിസ്റ്ററിയോ പാസ്റ്റ് ഹിസ്റ്ററിയോ എഴുതണം എന്നില്ല. ചില ലെറ്ററിൽ രണ്ടും എഴുതേണ്ടതായിട്ട് വരാം. എസ്പെഷ്യലി പേഷ്യൻറ്റിന് ഓൺ ഗോയിങ് സപ്പോർട്ടാണ്, ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് ഓൺ ഗോയിങ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഇത് രണ്ടും എഴുതാവുന്നതാണ്. ഇനി ചില സിറ്റുവേഷൻസിൽ അങ്ങനെ ആയിരിക്കില്ല അല്ലേ. ചില സിറ്റുവേഷൻസിൽ എന്ന് പറയുന്നത് പേഷ്യൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി മാത്രമായിരിക്കും ഇമ്പോർട്ടൻറ്റ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിക്കൽ പ്രൊഫഷണലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പേഷ്യൻ്റെ കറൻറ്റ് മെഡിക്കൽ കണ്ടീഷനും ഇപ്പോൾ ഉള്ള സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ഹിസ്റ്ററി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളൊരു സോഷ്യൽ വർക്കറിനോ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനൊക്കെയാണ് എഴുതുന്നതെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി കൂടെ റെലവൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതാണ് ബോഡി പാരഗ്രാഫിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്താണ് അവർക്ക് സംഭവിച്ചത്, അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ അവരെ ഈ സിറ്റുവേഷനിലേക്ക് എത്തിച്ച എന്തെങ്കിലും സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട്, സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഇപ്പം സൈക്യാട്രിസ്റ്റിനൊക്കെ പോലെയുള്ള ലെറ്റർ എഴുതുന്ന സിറ്റുവേഷൻ ആണെങ്കിലാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൂടെ നമ്മൾക്കൊരു പാരഗ്രാഫായിട്ട് ഫോമാറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഫോമാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് 2 പാരഗ്രാഫായിട്ടും ഫോമാറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഒരു പാരഗ്രാഫിൽ തന്നെ എഴുതി തീർക്കണം എന്നൊന്നും ഒയിറ്റ് റൂളൊന്നും പറയുന്നില്ല. നിങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്താൽ മാത്രം മതി. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളെ ലെറ്റർ വായിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾക്കൊരു ലെറ്ററിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി ഇത് കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് നോക്കാം. മിസ്റ്റർ ഫ്രെഡറിക് ഈസ് അൺമാരിഡ് and leading a sedentary lifestyle. He preferred to have heavy meals and spicy food. It's about his food habit. അതുപോലെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത് മെയിനായിട്ടും. ഹീ ഈസ് ആൻ ഒക്കേഷണൽ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ. ഈ ലൈനിൽ ഒരു പ്രശ്നമുണ്ട്, ഒരിക്കലും നിങ്ങൾ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ എന്ന് പറയരുത്. ഹി ഹാസ് ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് എന്ന് നമുക്ക് പറയാം. ഒരിക്കൽ പോലും പേഷ്യൻ്റ് ഡ്രിങ്കറാണ് സ്മോക്കറാണെന്ന് മെൻഷൻ ചെയ്യരുത് കേട്ടോ, അതൊരു എററാണ്. He is having habit of drinking and smoking. He had a tick exposure 1 year ago. He has had hypertension since 21 and on medication. ഇവിടെ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി കുറച്ചുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ പേഷ്യൻ്റ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആർക്കാണോ എഴുതുന്നത് അവർക്ക് റെലവൻ്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻ പിക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളത് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതരുത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കൊണ്ട് നിങ്ങൾ അടുത്ത പാരഗ്രാഫിൽ 3rd പാരഗ്രാഫിൽ കൊണ്ടുപോയിട്ട് പാസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈ ഒരു റൂള് പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോമാറ്റ് പഠിച്ചു വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് ഹിസ്റ്ററിയും എഴുതി അങ്ങ് വെക്കും. റെലവൻ്റ് ആയിക്കോട്ടെ റെലവൻ്റ് അല്ലായിക്കോട്ടെ അങ്ങനെ എഴുതും.
പക്ഷെ അത് റെലവെൻ്റ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ നിങ്ങൾ എഴുതേണ്ടത്. ഇറലവെൻ്റ് ആണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, റെലവെൻ്റ് ആണെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ റെലവെൻ്റ് അത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം റെലവെൻ്റ് ആയിട്ടുള്ള പാസ്റ്റ് ഹിസ്റ്ററിയും റെലവെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഹിസ്റ്ററിയും എഴുതുക. ഇത് രണ്ടും റെലവെൻ്റ് ആണെങ്കിൽ കമ്പൈൻ ചെയ്തത്, രണ്ടും റെലവെൻ്റ് അല്ലെങ്കിൽ എന്താണോ റെലവെൻ്റ് അത് മാത്രം എഴുതുക. അത് നിങ്ങൾ ഏത് മെഡിക്കൽ പ്രൊഫഷണലിനാണോ ലെറ്റർ എഴുതുന്നത് അത് സംബന്ധിച്ചായിരിക്കും ഉണ്ടാവുന്നത്. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പാരഗ്രാഫ് ഫോമാറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ബോഡി പാരഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ടത്. ഓഫ് കോഴ്സ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ ഫോമാറ്റ് ചെയ്യും, പിന്നെ നമ്മളുടെ ബോഡി പാരഗ്രാഫ്, അത് ചിലപ്പം ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രസൻറ്റിംഗ് കംപ്ലയിൻസ് വെച്ചുകൊണ്ടായിരിക്കാം. അതിലെന്തൊക്കെ ഇൻഫർമേഷൻ വരണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരു ബോഡി പാരഗ്രാഫിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്ത്? സോഷ്യൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അതും നമ്മൾക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് ഫോമാറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചതുപോലെ അങ്ങനെ തന്നെ എഴുതരുത്. ഓൾവേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, നിങ്ങളുടെ ലെറ്ററിൻ്റെ സെനാരിയോ എന്താണോ അതനുസരിച്ചിട്ടാണ് നിങ്ങളത് എഴുതേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അതിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഓരോ കേസ് നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഒത്തിരി കേസ് നോട്ട്സ് ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമ്മൾക്ക് നല്ല രീതിയിലൊരു സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഇനി ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഈ രീതിയിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ് നോട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്കതിലൊരു എക്സ്പെർട്ടീസ് ആകാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള സ്കോർ ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ഫോമിൽ നിങ്ങളുടെ എൻക്വയറീസും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാവുന്നതാണ്. So I hope this video was helpful. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ NG OET ചാനൽ. താങ്ക് യു.